ഇതും നമ്മുടെ സാധാ ഒരു മുട്ടയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതി, ഇതിൻ്റെ വലിപ്പം. ഒരു 300 കോഴി വളർത്തുകയാണെങ്കിൽ നമുക്കൊരു മിനിമം ഒരു മാസം ഒരു 25 രൂപയോളം പ്രതീക്ഷിക്കാം. ഇതാണ് നമ്മുടെ ഇൻഡ്ബ്രോ ബ്രൗൺ. ഇതും വർഷത്തിൽ 320 മുട്ട തന്നെയാണ് കമ്പനി പറയുന്നത്. വലുതായി ചെയ്യണം, നമുക്ക് ഒരു 500 കോഴി, 1000 കോഴി അല്ലെങ്കിൽ ഒരു 10,000 കോഴി വരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് PMEGP എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ഉണ്ട്. നമ്മുടെ ഈ സബ്സിഡി കയറി കിടന്ന് നമ്മുടെ ഈ ലോൺ എന്ന് അടച്ചു തീരുന്നോ അത് ഈ എമൗണ്ട് ബാക്കി നിൽക്കെ ആ ലോൺ ക്ലോസ് ചെയ്യാം. കണ്ടില്ലേ ഇതിന്റെ കളർ ഡാർക്ക് ഒരു ബ്രൗണിഷ്. അതെ, ഇതാണ് നമ്മുടെ BV380X. കണ്ടതിന് ഡിഫറൻസ് കണ്ടു. ഇത് മെയിൻലി വൈൽഡ് ബേർഡ് കാറ്റഗറി പെടുന്നതാണെങ്കിലും ഫാൻസി ബേർഡ്സ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ള കോഴിയാണ്. മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് 1 അവർ കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചത്തുപോകാതെ രക്ഷപ്പെടും. പറഞ്ഞതുപോലെ 110 ഗ്രാം തീറ്റയും 16 മണിക്കൂർ വെളിച്ചം വേണം. 100 തൊട്ടിട്ട് 1000, 10,000 ആയാലും ശരി നമ്മൾ കൂട്, ഫാം, കേജ് എല്ലാം ചെയ്തു കൊടുക്കും. നമ്മുടെ ഹൈവേ ആണെങ്കിൽ മിനിമം 10 പീസായാലും ഞങ്ങൾ കൊടുക്കും. എൻ്റെ പേര് റുമാന, ഇതെൻ്റെ ഹസ്ബൻഡ് ജൗർ ഇബ്രാഹിം. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് നമ്മുടെ അൻസീസ് ഫാം എന്നുള്ള സ്ഥാപനം നടത്തുന്നത്. പാലക്കാട് ജില്ലയിലെ കോങ്ങാട് എന്ന് പറയുന്ന പഞ്ചായത്തിലാണ് നമ്മുടെ ഫാം. കോങ്ങാട്. അതായത് പാലക്കാട് ജില്ലയിൽ നിന്ന് നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ഇവിടെ എത്താനായിട്ട് പാലക്കാട് നിന്ന് നമുക്ക് 25 കിലോമീറ്റർ ആണ് നമുക്ക് പാലക്കാട് നിന്നുള്ളത്. ചെർപ്പുളശ്ശേരി റോട്ടിലാണ്. മുണ്ടൂരിന്ന് 7 കിലോമീറ്റർ. അൻസീസ് ഫാം എന്ന് ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട് ആയിട്ട് ഇവിടെ എത്താമല്ലോ. നമ്മളിവിടെ എന്താണ് മെയിനായിട്ട് ഇവിടെ ഫാമിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മളിവിടെ മെയിനായിട്ട് ചെയ്യുന്നത് BV380 കോഴികളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ റെയിൻബോ റൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഇറച്ചിക്ക് ആവശ്യമായിട്ടുള്ള കോഴികൾ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ ടൈപ്പും ബ്രോയിലർ ഒഴികെ എല്ലാം ചെയ്യുന്നുണ്ട്. ബ്രോയിലർ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ കെയർ ഓഫ് ആയിട്ട് നമ്പർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ചെയ്യുന്നത് ഞങ്ങൾ BV380 ആണ് ചെയ്യുന്നത്. ഞങ്ങൾ ഓൾറെഡി എഗ് നഴ്സറിയാണ്, ഗവൺമെൻറ് അപ്രൂവൽഡ് എഗ് നഴ്സറിയാണ്. ഞങ്ങൾ പഞ്ചായത്തിലേക്ക് കോഴിയെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കേരള കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് കൂടും കോഴിയും കൊടുക്കുന്ന ഏജൻസിയാണ് അൻസീസ് ഫാം ആൻഡ് റിസോഴ്സ് സെൻറ്റർ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിയാണ് ഞങ്ങൾ. കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും കൂടും കോഴിയും ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. എല്ലാ CDSകളും എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ റീറ്റെയിലായിട്ട് ഉള്ള കച്ചവടം എല്ലാ കോഴികളും ഞങ്ങൾ തന്നെ ഇൻക്യുബേറ്ററിൽ കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് അതും കൊടുക്കുന്നുണ്ട്. അതായത് ചെറിയ രീതിയിലേ ഉള്ളൂ, അങ്ങനെ വലിയ രീതിയിലല്ല. മറ്റുള്ളതെല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ധർമ്മപുരി, ബാംഗ്ലൂർ, ഹൈദരാബാദിൽ നിന്ന് ഇവിടുന്ന് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ആഴ്ചകളിൽ ട്രെയിനിൽ സപ്ലൈ കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും. നമ്മളിവിടുന്ന് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ്. നമ്മളിതിപ്പോൾ ഇവിടെ മാത്രമാണോ നമ്മുടെ ഫാം? ഞങ്ങൾക്ക് നമ്മളിവിടുന്ന് 65 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ മുതലമട എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് തമിഴ്നാട് ബോർഡറാണ്. അവിടെ ഞങ്ങൾക്ക് മുട്ടക്കോഴിയുടെ വലിയ ഫാമുണ്ട്. അവിടെ മെയിനായിട്ട് BV380 ആണ്. BV380 ആണ്. അത് BV380 ഉണ്ട്, ഹൈലൈൻ ഉണ്ട്, ഇൻഡ്ബ്രോ ബ്രൗൺ ലെയർ ഉണ്ട്. നമ്മൾ മുട്ടക്ക് ആവശ്യമായിട്ട് വെക്കുന്ന ഫാമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ കുടുംബശ്രീൻ്റെ കൂടും കോഴിയും ഏജൻസിക്കായിട്ട് ഉപയോഗിക്കുന്ന BV380 കോഴികളും ഇൻഡ്ബ്രോ ബ്രൗൺ ലെയർ കോഴികളും തമിഴ്നാട്ടിൽ ഞങ്ങൾ ഫാം ലീസിനെടുത്തിട്ട് അവിടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. മെയിനായിട്ട് ഞങ്ങൾ ഒരു മാസത്തിൽ ഒരു 10,000 കുഞ്ഞുങ്ങളോളം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒരു 3 മാസം കഴിഞ്ഞിട്ടേ ഞങ്ങൾ അതിൻ്റെ സപ്ലൈ കൊടുക്കുകയുള്ളൂ. മാക്സിമം വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ കുഞ്ഞുങ്ങളെ വിൽപ്പനുണ്ട്. അത് 2 ആഴ്ച കൂടുമ്പോൾ ട്രിവാൻഡ്രം സൈഡിലേക്കും കാസർഗോഡ് സൈഡിലേക്കും ഞങ്ങൾ കുഞ്ഞുങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. 3 മാസം കഴിഞ്ഞ കോഴികളെ ഞങ്ങൾ എത്ര പീസ് വേണമെങ്കിലും ഞങ്ങൾക്ക് ഓർഡർ തരികയാണ്, ഞങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, അതിനൊരു മിനിമം ക്വാണ്ടിറ്റി അങ്ങനെ എന്തെങ്കിലും? അതെ, നമ്മുടെ ഹൈവേ ആണെങ്കിൽ മിനിമം 10 പീസായാലും ഞങ്ങൾ കൊടുക്കും. മിനിമം 10 പീസ് ഹൈവേ ആണെങ്കിൽ മിനിമം 10 പീസാണെങ്കിൽ കൊടുക്കും. മറ്റുള്ളതാണെങ്കിൽ നമ്മൾ ഡെലിവറി 300 പീസ് ഉണ്ടെങ്കിൽ ഡെലിവറി ചാർജ് ഇല്ലാണ്ട് എത്തിച്ചു കൊടുക്കും. വീട്ടിലെത്തിച്ചു കൊടുക്കും. ഡെലിവറി ചാർജ് ഇല്ല. ഡെലിവറി ചാർജ് 300 പീസ് മിനിമം ചെയ്യുന്നവരാണെങ്കിൽ ഞങ്ങൾ ഡെലിവറി ചാർജ് ഇല്ലാണ്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ ഹൈവേ ഡെലിവറി. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ പാലക്കാട് നിന്ന് ട്രിവാൻഡ്രം വരെ പോകുന്ന വഴിയിൽ ഹൈവേയിൽ വരികയാണെങ്കിൽ അവർക്ക് എത്ര പീസാണെങ്കിലും ഞങ്ങൾ കൊടുക്കും. ഇപ്പോൾ BV380 ആണോ ഗവൺമെന്റ് ഈ കുടുംബശ്രീ യൂണിറ്റ് വഴി കൊടുക്കേണ്ടത്? അല്ല, അങ്ങനെയുണ്ടോ? BV380 ആൻഡ് ഇൻഡ് ബ്രൗൺ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ കൂടും കോഴിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെന്റിന്റെ ഇതിൽ അപ്രൂവൽ ഉള്ളത്. BV380 ഓർ ഇൻഡ് ബ്രൗൺ ആണുള്ളത്. അതായത് വർഷത്തിൽ 300 മുട്ടയുടെ മുകളിൽ കിട്ടുന്ന കോഴികളിൽ ഇപ്പോൾ ഉള്ളത് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഹൈലൈൻ ഉണ്ട്, BV380 ഉണ്ട്, ഇൻഡ് ബ്രൗൺ ഉണ്ട്. ഇതില് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് BV380 ആണ്. നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഞങ്ങളിപ്പോൾ ഏകദേശം 9 വർഷം കഴിഞ്ഞു. 9 വർഷം കഴിഞ്ഞു.
ഈ ഫീൽഡിലേക്ക് നിങ്ങൾ എത്താനുള്ള ഒരു മെയിൻ കാര്യം എന്താണ്? ഞങ്ങൾ രണ്ടുപേരും പ്രവാസികൾ തന്നെയായിരുന്നു. ഞാനും ദുബൈയിലായിരുന്നു, ഇയാളും അവിടെ ടീച്ചിങ് വിഭാഗത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ ജസ്റ്റ് യൂട്യൂബ് കണ്ടിട്ടുള്ള ഒരു രസം എന്നുള്ള രീതിയിൽ വന്നതാണ്. സ്റ്റാർട്ട് ചെയ്തത് ടെറസിന്റെ മുകളിൽ 500 കാടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് പിന്നെ ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ 1000 ആക്കി, പിന്നെ അത് 5000 ആക്കി. ഞങ്ങൾ കാടയിലായിരുന്നു ഒരു 2-3 വർഷത്തോളം ഞങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾ കോഴി വളർത്തി പരിചയം, അതിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഗവൺമെന്റ് എഗ് നഴ്സറിക്ക് വേണ്ടി അപ്രൂവ് ചെയ്തു. അത് കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ആ ഫീൽഡിലേക്ക് വരുന്നത്. ഇപ്പം മുഴുവൻ സമയം ഇതിലാണോ? ഇപ്പം മുഴുവൻ സമയം ഇതിൽ. രണ്ടാളും മുഴുവൻ സമയം ഇതിൽ തന്നെയാണ്, വേറെ ജോലികളൊന്നുമില്ല? വേറെ അതിനുള്ള സമയമില്ല, സമയം കിട്ടില്ല. ഓക്കെ. ഇവിടെ ഇപ്പൊ നമുക്ക് എല്ലാത്തരം കോഴികളും ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ഉള്ളത് BV380 ഉണ്ട്, ഹൈലൈൻ ഉണ്ട്, ഇൻഡ്ബ്രോ ബ്രൗൺ ലെയർ ഉണ്ട്, പിന്നെ റെയിൻബോർഡൊക്കെ കുഞ്ഞുങ്ങൾ 1-2 കാണുള്ളൂ, കഴിഞ്ഞതായിരിക്കും. പഞ്ചായത്തിൽ സപ്ലൈ ചെയ്തിട്ട്, അതായത് വരുന്ന ഗ്രാമശ്രീ കുഞ്ഞുങ്ങളുടെ പൂവനൊക്കെ കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ പഞ്ചായത്തിലേക്ക് സപ്ലൈ ഞങ്ങൾ പല ഫാമുകൾ ലീസിന് എടുത്തിരിക്കുക നമ്മൾ ഈ ചുറ്റുവട്ടത്തുള്ള. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എഗ് നഴ്സറിൻ്റെ ഒരു ടൈം വരുമല്ലോ, ആ സമയത്തേക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമുകൾ ലീസിന് എടുത്തിട്ട് അവിടെ തന്നെ കുഞ്ഞുങ്ങളെ വലുതാക്കിയിട്ട് പഞ്ചായത്തുകളിലേക്ക് സപ്ലൈ ചെയ്യും. ഇവിടെ നമ്മൾ ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ടാണ് ഈ ഫാം മിക്കവാറും ഉപയോഗിക്കുന്നത്. കാരണം ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാം, എങ്ങനെ വളർത്താം, ഇതിനെങ്ങനെ പരിചരിക്കാം, എങ്ങനെ ഒരു ഫാം തുടങ്ങാന്നുള്ളൊരു ഏകദേശം ചെറിയൊരു പിക്ചർ ഇവിടെ വന്നാൽ കിട്ടും. കാരണം ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ മുട്ടക്കോഴിയുണ്ട്, ഇറച്ചിക്ക് വളർത്തുന്നുണ്ട്, കാട വളർത്തുന്നുണ്ട്, ഫാൻസി കോഴികളുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം മിക്സഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഇപ്പൊ എനിക്കിപ്പോ മുട്ടക്കോഴി വളർത്തലിലാണ് താല്പര്യമെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാം. അതിനെക്കുറിച്ച് അതായത് നമ്മൾ ഒരേ ബ്രാൻഡ് മാത്രം ഫോക്കസ് ചെയ്യണമെങ്കിൽ അത്രയും ക്വാണ്ടിറ്റി ചെയ്യണം. ഒരു കർഷകനൊക്കെ ഒരു BV380 മുട്ടക്കോഴി മാത്രമാണ് വരുമാനം എന്നുണ്ടെങ്കിൽ അയാൾ അത്രയും ക്വാണ്ടിറ്റി ചെയ്യണം. ഇതാവുമ്പോൾ അയാൾക്ക് മിക്സഡ് ആയിട്ട് എന്തൊക്കെ ചെയ്യാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാടയ്ക്ക് ഒരു 1000 കാട ചെയ്യുന്നതിന് 30 കിലോ തീറ്റ കൊടുക്കുന്നു. അതിൽ ഒരുപാട് തീറ്റ വേസ്റ്റേജ് വരും. ഇതിനെ നമുക്ക് നാടൻ കോഴിക്ക് കൊടുത്തിട്ട് നാടൻ കോഴിനെ വളർത്തിയെടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ ഈ ഫാം ലാഭകരമാവും. മിക്സ് ആയിട്ട് ചെയ്യുമ്പോഴാണ് കോഴി വളർത്തിയെന്ന് വിചാരിച്ചിട്ട് വലിയ ലാഭവും. കാരണം അതിൽ ഇപ്പോൾ 1000 കോഴി വളർത്തി 1000 മുട്ട ഇടണമെന്നില്ല. ചിലപ്പോൾ ഒരു 800 അല്ലെങ്കിൽ 900 കോഴിയായി മുട്ട ഇടുന്നു. കുറെ തീറ്റ വേസ്റ്റേജ് പോകും, കുറെ മോർട്ടാലിറ്റി. അപ്പൊ നമ്മൾ ഇത് മിക്സിംഗ് ആയിട്ട് വളർത്തുകയാണെങ്കിൽ ഒരു ഫാമിംഗ് മേഖലയിൽ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഈ ഫാമിംഗ് മേഖലയിലേക്ക് വന്നത് കാട വളർത്തിയിട്ടാണ്. നമ്മളൊരു 1-2 മാസം വളർത്തിയപ്പോഴേക്കും നമ്മളൊരു 10 കോഴി വാങ്ങിച്ചു. അതിന്ന് പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് കാണുന്ന ചെറിയ കോഴികൾ, വെറൈറ്റി കാണുന്ന എല്ലാം ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്. ചിലയിലൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്, എല്ലാം സക്സസ് ഒന്നും അല്ല. കാരണം ഞങ്ങൾ റാബിറ്റ് വളർത്തിയിട്ടുണ്ട്. അത് മുയൽ വളർത്തുമ്പോൾ ചൂടുകാലം വരുമ്പോൾ അതിന് ഒരുപാട് മോർട്ടാലിറ്റി കൂടുതലാണ്. പിന്നെ നമുക്ക് സമയമില്ലാത്തതിന്റെ പേരിലാണ് ചിലതൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാം ലാഭകരമാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? ഫാമിംഗ് എന്ന് പറയുമ്പോഴേ ഒരു നമ്മൾ അതിൽ എടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കും. അതെ, ചെറിയൊരു കർഷകനാണ് ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ മിക്സഡ് ആക്കിയിട്ട് ചെയ്യാം. അല്ലാതെ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യും. അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ BV380 ഒരു 1000 അല്ലെങ്കിൽ ഒരു 500, മിനിമം ഒരു 300 വളർത്തിയാലേ അയാൾക്ക് ഒരു മാസം ഒരു 20,000 രൂപയ്ക്ക് മേലെ, അതായത് ആൾ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിന് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം 300 കോഴിയെങ്കിലും ആൾ വളർത്തണം. 100 കോഴി വളർത്തുന്നതും 300 കോഴി വളർത്തുന്നതൊക്കെ ഒരേ പണി തന്നെയാണ്. അതായത് ഇത് പറഞ്ഞത് നമ്മുടെ തീറ്റ ചെലവെല്ലാം കഴിഞ്ഞിട്ടുള്ള പ്രോഫിറ്റ് ആണോ? പ്രോഫിറ്റ് ആയിട്ടാണ്. അതിലും കൂടുതൽ കിട്ടാം. ഞാൻ പറയുന്നത് ഹോൾസെയിൽ ആയിട്ടുള്ള നമ്മൾ എപ്പോഴും വരുമാനം കൂടുതൽ പ്രതീക്ഷിച്ചിട്ടാണ് പലരും ഇതിലേക്ക് പരാജയപ്പെട്ടു. നമ്മൾ മിനിമം പറഞ്ഞാൽ മതി. മനസ്സിലായില്ല? ഇപ്പൊ എനിക്ക് വേണ്ടത് നിങ്ങളെ ഈ ഒരു 9 വർഷത്തെ എക്സ്പീരിയൻസ്, നിങ്ങളെ ഫാമിന്റെ ഡീറ്റെയിൽ, ഈ കാര്യങ്ങളെല്ലാം നമ്മളെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമല്ലോ. നമുക്ക് എന്താ ഫാമിലും അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നേരെ ഒന്ന് പോയി. ഇതിൽ ഈ ഒരു ഷെഡിൽ ഞങ്ങൾ 300 BV380 ആണ് വളർത്തുന്നത്. അതായത് 300 BV380ക്കുള്ള ഒരു ഷെഡാണിത്. ഓക്കെ, ഇത് ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാന്ന് പറഞ്ഞാൽ L ഷേപ്പ് എന്ന് പറയും. അതായത് ഇത് 2 ടൈപ്പിൽ നമുക്ക് ഈ ഫാം ചെയ്യാം. നമ്മുടെ സ്ഥലപരിമിതി കൊണ്ടാണ് നമ്മൾ L ഷേപ്പിൽ ചെയ്തിട്ടുള്ളത്. അതായത് M ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തൊടിയിൽ റബ്ബർ ആയതുകൊണ്ട് റബ്ബറിൻ്റെ നടുക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് 14 അടി 15 അടി നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിന് വേണ്ട നമുക്ക് ഏകദേശം 3.5 അടി സ്ഥലം വരും. ഈ സെൻറ്ററിൽ നമുക്ക് ക്ലീൻ ചെയ്യാനും മുട്ട എടുക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യത്തിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 30 അടിയാണ് ഇതിൻ്റെ നീളം. ഇതിന് 14 അടി വീതി. ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 300 കോഴി വളർത്താൻ പറ്റും. 300 കോഴി. ഇതിന് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 300 കോഴി വളർത്തുകയാണെങ്കിൽ നമുക്കൊരു മിനിമം ഒരു മാസം ഒരു 25 രൂപയോളം
ഒരു 20 രൂപ പ്രതീക്ഷിക്കാം നമുക്ക്. ഇത്രയും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇത്രയും ഒരു 450 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 300 കോഴി വളർത്താം. ഇനി ഇതിൽ തന്നെ ഇതിപ്പോ 2 ടയർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് 3 ടയർ ആയിട്ട് ചെയ്യാം. പക്ഷെ 3 ടയർ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വേസ്റ്റും കോഴിയായിട്ടുള്ള കോൺടാക്ട് ഏകദേശം 1 അടിക്ക് താഴെ വരും. അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ അതായത് ചെയ്ത് ശീലമുള്ളവരും പരിചയമുള്ളവരും ആണെങ്കിൽ അത് ചെയ്യാം. അതല്ലെങ്കിൽ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണം. അതൊന്നും നമുക്ക് സാധിക്കണം എന്നില്ല. ചില സമയത്ത് നമ്മൾ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ട് വരാം. ആ സമയത്തൊന്നും ഇത് സാധിക്കണം എന്നില്ല. നോർമൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 2 ടയർ ആയിട്ട് ചെയ്യണം. നമുക്ക് ആഴ്ചക്ക് ഒരിക്കൽ ക്ലീൻ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇതിനെ വേസ്റ്റിനെ കമ്പോസ്റ്റ് കുഴി എടുത്തിട്ടൊക്കെ ചെയ്യാം നമുക്ക്. പക്ഷെ അത് എക്സ്പെൻസീവ് ആണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഫണ്ടുള്ളവരാണെങ്കിൽ ചെയ്യാം. അല്ലാത്തവർക്ക് നോർമലായിട്ട് ചെയ്യുന്നവർക്ക് ഇതാ ഒരു 450 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ 300 കോഴി നമുക്ക് കൂളായിട്ട് ചെയ്യാം. അതും ഇത്രേ ആവശ്യമുള്ളൂ ഇതിന്. പുറത്തൊരു ജോലിക്ക് പോകാതെ തന്നെ ഈ ഒരു 450 സ്ക്വയർ ഫീറ്റും ഉണ്ട്, ചെയ്യാനുള്ള താല്പര്യം ഫണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഇനിയിപ്പോ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും ചെയ്യാം. ഇതിനിപ്പോ കാലത്ത് ഒരു ടൈം തീറ്റ ഇട്ട് കൊടുക്കണം. എപ്പോഴും നമ്മൾ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. 2-3 ടൈം ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രൊഡക്ഷനെ അതിൽ കാണിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരൊറ്റ ടൈമിൽ അവർ ഇതിനെ പരിപാലിക്കുന്നത് നമ്മൾ എത്രത്തോളം പരിപാലിക്കുന്നു അത്രയും നമുക്ക് പ്രൊഡക്ഷൻ കിട്ടും. മുട്ടക്കോഴി വളർത്തുന്ന സമയത്ത് നമുക്ക് ഏതൊക്കെ കോഴികൾ ചെയ്യാം എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ളത് BB380 ആണ്. പിന്നുള്ളത് ഇൻഡുബ്രോ ബ്രൗൺ ലെയർ ഉണ്ട്. പിന്നെ ഹൈലൈൻ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ബ്രീഡ് ഉണ്ട്. അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്. നമുക്ക് 3 ചെയ്യാം. 3 വർഷത്തിൽ 300-ൽ പരം മുട്ടയിടുന്ന കോഴികൾ തന്നെയാണ് ഈ പറഞ്ഞ കോഴികളൊക്കെ. ഇതിലെല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നത് BB380 ആണ്. അത് 3 വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഇൻഡുബ്രോ ബ്രൗൺ ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡ്. ഇത് ഫുള്ളി ബ്രൗൺ കളറായിരിക്കും. നല്ല ഡാർക്ക് ബ്രൗൺ കളറായിരിക്കും. മുട്ടയുടെ കളറിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. BB380 ഇതും ഒക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഇൻഡുബ്രോ ബ്രൗൺ. ഇതും വർഷത്തിൽ 320 മുട്ട തന്നെയാണ് കമ്പനി പറയുന്നത്. BB380 പോലെ തന്നെ 320 തന്നെയാണ്. 110 ഗ്രാം ഫീഡ് തന്നെയാണ് BB380 പറയുന്നത്. 120 ഗ്രാമും പറയുന്നുണ്ട്. 110 to 120 ഗ്രാം. അതെല്ലാ കോഴിയും നമ്മുടെ ഒരു വളർത്തിയ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ 110 to 120 ഗ്രാം. 110 ഗ്രാം പറയുമെങ്കിലും 120 ഗ്രാം തരും. ഇപ്പോൾ ഒരു 100 കോഴി വളർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ 12 കിലോനാണ് കസ്റ്റമറോട് ഫീഡ് പറയാറ്. കാരണം 11 കിലോ എന്നൊക്കെ കറക്റ്റ് പറഞ്ഞാൽ ഇത് നമുക്ക് അവർക്ക് വേണ്ടത്ര തീറ്റ കിട്ടിയിട്ടില്ലെങ്കിൽ അത് മുട്ട പ്രൊഡക്ഷനെ ബാധിക്കും. നമ്മൾ 100 കോഴി വളർത്തുന്ന ഒരാൾ 80 മുട്ടയെങ്കിലും മിനിമം കിട്ടിയിരിക്കണം. 80 to 85% മുട്ട കിട്ടിയിരിക്കണം. എന്നാലേ അത് ലാഭകരമാവുള്ളൂ. തുടക്കത്തിൽ പ്രത്യേകിച്ച് 90% ആണെങ്കിലും നമ്മുടെ ഒരു മിനിമം എന്നുള്ള രീതിയിൽ ഇത്രയെങ്കിലും കിട്ടിയാലേ ഇത് ലാഭമാവുള്ളൂ. ഇതാണ് നമ്മുടെ ഹൈലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡ്. ഇതിനെ നമുക്ക് ഇൻഡുബ്രൗണെ പോലെ തന്നെ ബ്രൗൺ ആയിരിക്കും, ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. അതിൽ വൈറ്റ് ഷൈഡ് ചെറിയ രീതിയിൽ കാണാം കഴുത്തിൽ. ഇതിൽ കമ്പനി പറയുന്നത് 340X ആണ് പറയുന്നത്. 340X പറയുന്നുണ്ട്. ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ഇതിൽ മുട്ടയിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കണ്ടില്ലേ, ഇത് BB3, ഇത് ഹൈലൈൻ്റെ എഗ്സ് ആണ്. കണ്ടില്ലേ ഇതിന്റെ കളർ ഡാർക്ക് ഒരു ബ്രൗണിഷ്. അതെ, ഇതാണ് നമ്മുടെ BB380X. കണ്ടോ അതിന്റെ ഡിഫറൻസ് കണ്ടോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിന് ഷെല്ലിന് തിക്നെസ് കൂടുതലാണ്. ഇതിന് ഡാമേജ് വളരെ കുറവാണ് ഹൈലൈൻ. അത് ഈ കോഴി കൊത്തി കുടിക്കുമ്പോഴായിരുന്നാലും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോവാതെ കിട്ടും. അല്ല, എന്നാലും നമ്മുടെ പൊതുവേ ഒരു 9 മാസം 8 മാസമൊക്കെ കഴിയുമ്പോഴേ മുട്ടയുടെ ഷെല്ലിന്റെ തിക്നെസ് കുറയാറ്. ഇപ്പോൾ 1 വർഷമൊക്കെ കഴിയുമ്പോൾ മുട്ടയുടെ തിക്നെസ് കുറയാറുണ്ട്. അത് ഹൈലൈൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈലൈൻ 1 വർഷം കഴിഞ്ഞാലും ഇതേ തിക്നെസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് പറയാം. പിന്നെ കളറിലും കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. ഇപ്പൊ നമുക്ക് BB3 നമ്മൾ ഏത് പ്രായത്തിലുള്ള കോഴികളാണ് ഇവിടുന്ന് കൊടുത്തു തുടങ്ങുന്നത്? അതായത് നമുക്കൊരു മിനിമം 3 മാസമെങ്കിലും ആയ കോഴി എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ വാക്സിനേഷനും കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക്. ഇനിയുള്ളത് ബൂസ്റ്റർ ഡോസേ ഉണ്ടാവത്തുള്ളൂ. നമ്മുടെ കസ്റ്റമർ സൗകര്യം അനുസരിച്ചിട്ട് കൊടുക്കാം. പക്ഷേ നോർമലായിട്ട് 2 മാസമായിട്ടുള്ള BB380 നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള ലെസോട്ട IBD ഫോൾപോക്സ് R2B മാത്രമല്ല, ഇതിന് ഒരുപാട് വാക്സിൻ വരുന്നുണ്ട്. നമ്മൾ 1-1.5 വർഷം നമ്മൾ ഫാമുകളിൽ മുട്ടയ്ക്ക് വേണ്ടി നിർത്തേണ്ടതാണ്. ആ സമയത്ത് നമ്മൾ ഈ ചെറിയ വാക്സിൻ പല ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയൊക്കെ അനുഭവിച്ചോളം വളരെ അധികം അസുഖങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ പ്രതിരോധിക്കണം തന്നെ ഫുള്ളി വാക്സിനേഷൻ ആയിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 3 മാസം കഴിഞ്ഞ കോഴിയെ വാങ്ങിക്കുക. വാക്സിനേഷൻ കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ കോഴിയെ വാങ്ങിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 100 കോഴി എടുത്തു കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു 2-3 ഒരു 5 കോഴി മാക്സിമം നമ്മൾ പറയാം മോർട്ടാലിറ്റി ഉണ്ടാവുള്ളൂ. നമ്മൾ ചെറുത് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഭാഗ്യപരീക്ഷണം ഒരു 50-50 ആണ്. അത് മനസ്സിലായി. ഒരു 100 കോഴി വളർത്തണം എന്ന് വിചാരിച്ച ഒരാൾ ഫാം തുടങ്ങിയിട്ട് അതിനൊരു 25 കോഴി ചത്തുപോയതിന് ശേഷം നമുക്കതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പിന്നെ
ഇവരെ പരിചരണം നന്നായിട്ട് അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവരെ മാറ്റിയിട്ട് ചികിത്സിക്കുക. അസുഖങ്ങൾ വന്ന കോഴി ഒരിക്കലും തനിയെ വെള്ളം കുടിക്കില്ല ഈ നിപ്പിൽ നിന്ന്. അതിനെ നമ്മൾ തനിയെ മാറ്റിയെടുത്തിട്ട്, അതായത് ചെറിയ കർഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. വലിയ ആൾക്കാർ, നല്ല രീതിയിൽ ചെയ്യുന്ന കർഷകർക്ക് ഇതൊക്കെ അറിയാം, നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു 50-100 കോഴിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഒരു അസുഖം വന്ന കോഴീനെ എടുത്ത് മാറ്റിയതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു മെഡിസിൻ ഇല്ലെങ്കിലും ഒരു വെള്ളത്തിൽ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളമെങ്കിലും അറ്റ്ലീസ്റ്റ് അവർക്ക് 1 hour കൂടുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ചത്തുപോകാതെ രക്ഷപ്പെടും. കാരണം അസുഖമുള്ള കോഴി ഒരിക്കലും വെള്ളം കുടിക്കില്ല, അത് തൂങ്ങി നിൽക്കത്തേ ഉള്ളൂ കണ്ണടച്ചിട്ടൊക്കെ. അപ്പോൾ അതിനെ മാറ്റി നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് കുറച്ച് വെള്ളമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിനെ സർവൈവ് ചെയ്യും. അത് മനസ്സിലായില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ BB380 കോഴികളാണ് ഇതെല്ലാം. ഇതിൽ നമുക്ക് ബ്രൗണും വൈറ്റും കൂടി മിക്സഡ് ആയിട്ടുള്ള കളറായിരിക്കും. ഇത് കോമൺ ആയിട്ട് എല്ലാ കോഴി വളർത്തുന്ന എല്ലാവർക്കും പരിചയമുള്ളൊരു കളറാണ് BB380. ഇതിപ്പോൾ ഒരു 7-8 മാസമായിട്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴികളാണ് എൻ്റെ ഈ ഫാമിലുള്ളത്, നിലവിലുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 ഇനം കോഴികളെ നമ്മൾ ഇതിന്റെ ഷെഡിനുള്ളിൽ കണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്, അവൈലബിലിറ്റി പ്രൈസ്? അതായത് BB380 ഞങ്ങൾ ഡേ ഓൾഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഡേ ഓൾഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടാണ്ട് 2 മാസം കഴിഞ്ഞത് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് 3 മാസം കഴിഞ്ഞിട്ടുള്ള കോഴികൾ കൊടുക്കുന്നതിനോടാണ്. ഫുള്ളി വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള, ഒരുവിധം ഓൾമോസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞിട്ടുള്ള കോഴികൾ കൊടുക്കുന്നതിനോടാണ് നമുക്ക് താല്പര്യം. അത് 3 മാസം കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മൾ സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 300 രൂപക്ക് കൊടുക്കാറുണ്ട്. അത് ഒരു റീറ്റെയിൽ പ്രൈസാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഹോൾസെയിൽ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കാറ്. 320 രൂപക്ക് വരെ ഞങ്ങൾ 3 മാസം പ്രായമായത് കൊടുക്കാറുണ്ട്. 420 രൂപക്ക് 4 മാസം പ്രായമായത് കൊടുക്കാറുണ്ട്. 4 മാസം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കസ്റ്റമറെ കയ്യിൽ കിട്ടി ഒരു 3 ആഴ്ചക്ക് ശേഷം ഫസ്റ്റ് മുട്ടയെങ്കിലും വരും. ഓൾമോസ്റ്റും എല്ലാ മുട്ട ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മാസത്തേക്ക് എത്തും. മനസ്സിലായില്ല? അതിൽ മുട്ട ഇടുന്നതിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ 110 ഗ്രാം തീറ്റയും 16 മണിക്കൂർ വെളിച്ചം വേണം. ഇതിന് വെറും തീറ്റ മാത്രം കൊണ്ട് കാര്യമില്ല. നമ്മുടെ ഷെഡിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ ലൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അത് വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം നമ്മൾ രാത്രി 10-11 മണി വരെ ഞങ്ങൾ ലൈറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ കാലത്ത് ഒരു 5 മണിക്ക് ശേഷം ഒരു 1 hour ലൈറ്റ് ഇട്ട് കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നാലേ ഇതിൻ്റെ മുട്ട പ്രൊഡക്ഷൻ നടക്കുള്ളൂ. 110 ഗ്രാം തീറ്റയും 16 മണിക്കൂർ വെളിച്ചം ഇതിന് മസ്റ്റാണ്. പല കസ്റ്റമേഴ്സും എല്ലാവരും ഇപ്പോൾ ഞങ്ങളിടുന്നായാലും ആരിടുന്നാലും കോഴി വാങ്ങിച്ചിട്ട് പറയും ഞങ്ങൾ കൊണ്ടുപോയിട്ട് 5 മാസമായി ഇതുവരെ മുട്ട ഇട്ടിട്ടില്ല, കോഴിയുടെ വളർച്ചയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ അത് പലർക്കും ഇതാണ് ലൈറ്റ് കൊടുക്കും. പലരും ഈ ചെറിയ കോഴികളൊക്കെ 20 കോഴി 30 കോഴിയൊക്കെ വളർത്തുന്നവർ കാണാം വീട്ടിൻ്റെ പരിസരത്ത് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിന് കറക്റ്റ് നല്ല വെളിച്ചം കിട്ടണം. വെളിച്ചം, എയർ സർക്കുലേഷനും ഈ പറഞ്ഞ മെഡിസിൻസ് ഒക്കെ പ്രോപ്പർ ആയാലേ ഇവർ ഇത് നല്ല രീതിയിൽ ശതമാനം ഉണ്ടാവത്തുള്ളൂ. അതല്ലാണ്ട് നമ്മൾ 100 കോഴി വളർത്തി തീറ്റ മാത്രം കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ 50 മുട്ട 60 മുട്ട, അത് എന്ത് കൊടുത്താലും തീറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ 50-60 മുട്ട കിട്ടും. പക്ഷെ അതുകൊണ്ട് അവർക്ക് ലാഭകരമാവില്ല. അവർക്ക് ലാഭകരമാവണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ BB380 റേറ്റ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് 320. ഹൈലൈൻ ആകുമ്പോൾ ഒരു 20 രൂപ കൂടി അധികം വരും. കാരണം ഹൈലൈൻ ഡേ ഓൾഡിന്റെ കോസ്റ്റ് കൂടുതലാണ്. ഇൻഡ് ബ്രൗണും BB380 ഏകദേശം സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. അത് അവൈലബിലിറ്റി ഏറ്റവും കൂടുതൽ നമുക്കുള്ളത് BB380 തന്നെയാണ്. അതായത് ഒരു 5000 പീസ് നമ്മളൊരു 3 മാസം കൂടുമ്പോഴേ നമുക്ക് ഹൈലൈൻ കിട്ടുന്നുള്ളൂ. ഓക്കെ, ഇൻഡ് ബ്രൗണും BB380 ആണെങ്കിൽ നമുക്ക് നോർമലായിട്ട് കൊടുക്കാൻ പറ്റും. ഈ 3 കോഴികളും തമ്മിൽ ഈ അസുഖങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് കമ്പാരിസൺ? ഏകദേശം എല്ലാം ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ്. കാരണം എല്ലാം വാക്സിനേഷൻ, സെയിം വാക്സിനേഷൻ തന്നെയാണ് എല്ലാവർക്കും വരുന്നത്. വാക്സിനേഷൻ അങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള അസുഖം എന്നല്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ചിട്ട് ഒരുപാട് അസുഖമുള്ളൊരു ടൈമാണ് ഈ ഒരു വർഷം. ഈ മഞ്ഞൊക്കെ വന്നതിന് ശേഷം നന്നായിട്ട് അസുഖങ്ങളുണ്ട്. അതായത് അതിനെ ഞാൻ പറഞ്ഞതുപോലെ അവരെ അസുഖത്തിനെ നമ്മൾ കണ്ട് അതിനെ ഐഡന്റിഫൈ ചെയ്ത് അതിനെ പിടിച്ച് മാറ്റി അതിനെ സെപ്പറേറ്റ് ഇട്ട് ചികിത്സിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച കൊണ്ട് തിരിച്ച് അതിലേക്ക് തന്നെ കൊണ്ടിടാൻ പറ്റും. സ്പ്രെഡ് ആവാതെ നോക്കുക. എനിക്ക് നിങ്ങളിൽ നിന്ന് ഒരു സഹായം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോഴി വളർത്താൻ ഓൾറെഡി കോഴി ചെറിയ തോതിൽ വളർത്തുന്ന ആൾക്കാരുണ്ടാവും, ഇതിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു കോഴിക്ക് ഒരു അസുഖം വന്നാൽ അത് ഏത് അസുഖമാണെന്ന് തിരിച്ചറിയാനോ അതിനുള്ള മെഡിസിൻ പ്രോപ്പറായിട്ട് കൊടുക്കാനോ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ അത് ആ ഒരു കോഴിയുടെ ഡീറ്റെയിൽ നിങ്ങൾക്ക് അയക്കുകയാണോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ ഈ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങൾ കുടുംബശ്രീന്റെ കീഴിൽ കൂടും കോഴിയും കൊടുക്കുന്ന ഏജൻസിയാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രിവാൻഡ്രം തൊട്ട് കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും CDSലും ഞങ്ങൾ കൂടും കോഴിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 20 പേരടങ്ങുന്ന ഒരു യൂണിറ്റിനാണ് നമ്മൾ കൂടും കോഴിയും കൊടുക്കുന്നത്. ഈ 20 പേരടങ്ങുന്ന പേർക്ക് കൂടും കോഴിയും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ
ആ 20 പേർക്ക് ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ അവർക്ക് വേണ്ട സംശയം ഞങ്ങൾ ഒരു വർഷം ഈ ഒരു ബാച്ച് അവസാനിക്കുന്നത് വരെ ഞങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടായിരിക്കും. ഞാനും ഉണ്ടാവും, എൻ്റെ വൈഫാണ് അതിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അവരും അതിൽ ഈ ഒരു വർഷം വരെ അതിലുണ്ടായിരിക്കും. ഇവർക്ക് എന്ത് സംശയങ്ങൾ വന്നാലും, അതായത് കോഴികൾക്ക് ഇവർക്ക് അതിൻ്റെ ഫോട്ടോ വീഡിയോ അതിൽ ഷെയർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് പറ്റുന്ന നമ്മൾ അതിൽ മെഡിസിൻ പറഞ്ഞു കൊടുക്കും. നമ്മൾക്ക് അറിയാത്തത് വരും, നമ്മളെല്ലാം അറിഞ്ഞവരാണെന്നല്ല പറയുന്നത്, അതിലറിയാത്തത് അവരുടെ വീഡിയോസ് അയച്ചു തന്നിട്ട് അവരുടെ ഒരു വോയിസ് എടുത്തിട്ട് ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, വെറ്റിനറി ഡോക്ടേഴ്സ് ഉണ്ട്, ഇവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ പറയുന്ന മെഡിസിനാണ് ഞങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം. നമ്മൾ ഈ വളർച്ച എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായതുകൊണ്ട് നമുക്കറിയാവുന്ന മെഡിസിൻ ആദ്യം നമ്മൾ പറയും. നമുക്ക് മനസ്സിലാവാത്ത വിഷയങ്ങൾ, ഇപ്പോൾ അതായത് ഒരു കാഷ്ടത്തിൻ്റെ ഫോട്ടോ വീഡിയോസ് ഞങ്ങൾ അയച്ചു തരാൻ പറയും. ആ കോഴിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു വീഡിയോസ് അത് ഞങ്ങൾ ഡോക്ടേഴ്സിന് അയച്ചു കൊടുത്തിട്ട് ഡോക്ടേഴ്സ് അത് കണ്ടതിന് ശേഷം, ചിലപ്പോൾ ചത്തുപോയ കോഴിയാണെങ്കിൽ അവരെ കൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചിട്ട് അതിൻ്റെ വീഡിയോസ് വരെ അയച്ചിട്ട് ബാക്കിയുള്ള കോഴികൾക്ക് മെഡിസിൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വാട്സപ്പ് അതിൻ്റെ ഗ്രൂപ്പ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളടുത്ത് 100 കോഴി ആയിക്കോട്ടെ 50 കോഴി ആയിക്കോട്ടെ എടുത്തവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിൽ വിളിക്കാം. അത് ഞങ്ങളടുത്ത് തന്നെ കോഴി എടുക്കണം നിർബന്ധമൊന്നും ഇല്ല. ഇവിടെ ഇപ്പോൾ ഒരു 10 പേര് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 5 പേരെ ഞങ്ങളിടുന്ന് കോഴി എടുക്കുള്ളൂ. അവരെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ട് പല ഫാമുകളിൽ പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തായിട്ട് എടുക്കുക. പക്ഷെ നമ്മളോട് വിളിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കണം, കസ്റ്റമർ ആവണമെന്നോ അങ്ങനെയുള്ള നിർബന്ധം. കാരണം ഞങ്ങളും ഇതേ വഴിയിലൂടെ തന്നെ വന്ന ആൾക്കാരാണ്. ഒരുപാട് സഹായം ഞങ്ങളും സത്യം പറഞ്ഞാൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് പലരും പറഞ്ഞു തരാതെ ഞങ്ങൾ കോഴിനെ വളർത്തി ചത്തുപോയി അങ്ങനെ പഠിച്ച ആൾക്കാരാണ്. മനസ്സിലായില്ല. അല്ലാണ്ട് ഞങ്ങൾ പിന്നീടാണ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്തതും ക്ലാസ്സിൽ നിന്ന് പഠിച്ചതും. പക്ഷെ ക്ലാസ്സിൽ പോയി പഠിക്കുന്നതിലുപരി ഇതിനെ വളർത്തി പഠിക്കുന്നത് വേറൊരു എക്സ്പീരിയൻസ്. അത് എല്ലാ ഫീൽഡും അങ്ങനെ തന്നെയാണ്. കാടയിൽ നിന്നുമാണ് ഞങ്ങളുടെ ഫാം തുടക്കമെങ്കിലും ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ BV380 മുട്ടക്കോഴിയൊക്കെയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങളിതാ വീണ്ടും ഒരു 1000 കാട വീണ്ടും ആരംഭിച്ചിട്ട് മുട്ട ഞങ്ങൾ നമ്മുടെ ബ്രാൻഡിൽ തന്നെ അൻസീസ് ഫാം എന്ന് പറഞ്ഞിട്ട് കുയിൽ എഗ്ഗും ബ്രൗൺ എഗ്ഗും ഞങ്ങൾ സൂപ്പർ മാർക്കറ്റുകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ബ്രാൻഡിൽ നമ്മുടെ പാക്കറ്റിലായിട്ട് ഞാൻ ആ പാക്കറ്റ് കാണിച്ചു തരാം. അപ്പോൾ അത് അങ്ങനെ അപ്പോൾ നമുക്ക് മുട്ടയ്ക്ക് അത്യാവശ്യം മറ്റുള്ളവിടുന്ന് കിട്ടാത്ത ബുദ്ധിമുട്ടുകളും മറ്റുള്ള കർഷകരിൽ നിന്ന് നമ്മൾ വളർത്താൻ കൊടുത്തിട്ട് തിരിച്ചെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതൊക്കെ ആവശ്യത്തിന് കിട്ടാതായപ്പോൾ വീണ്ടും ഞങ്ങൾ കാടയിലേക്ക് ആരംഭിച്ചതാണ്. കാട നല്ല പ്രോഫിറ്റ് ഉള്ളൊരു ബിസിനസ് തന്നെയാണ്. പക്ഷേ നമ്മളെ കോഴി പോലെയല്ല കാട എന്ന് പറയുന്നത്. മോർട്ടാലിറ്റി ഉണ്ടാകും, മോർട്ടാലിറ്റി അത്യാവശ്യം വരും. നമ്മൾ 1000 കാട വളർത്തുന്നുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ അടുത്ത 500 ഒരു ബാച്ച് ഇട്ടുകൊണ്ടിരിക്കണം. കാരണം അത്രയും മോർട്ടാലിറ്റി വരും കാട. അത്രയും ചെറിയ പക്ഷി ആയതുകൊണ്ട് അസുഖങ്ങൾ വേണ്ടത്ര രീതിയിൽ നമ്മൾ പരിപാലിച്ചിട്ടില്ലാന്നെങ്കിലും നോർമലായിട്ടും കാടക്ക് നോർമൽ മോർട്ടാലിറ്റി ആയാലും ഒരു 1000 കാട വളർത്തുന്ന ഒരാൾ ഒരാഴ്ചയിൽ എന്തായാലും ഒരു 4-5 പീസ് എന്തായാലും മോർട്ടാലിറ്റി ഉണ്ടാകും. ആഴ്ചയിൽ എന്തായാലും വരുന്നുണ്ട്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് പറഞ്ഞതാണ്. നമ്മൾ ഫീഡ് പല കമ്പനി മാറ്റി കൊടുത്താലും ലിവർ ടോണിക് സപ്ലിമെൻ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ബി കോംപ്ലക്സ് കൊടുക്കുന്നുണ്ട്, എന്നാലും മോർട്ടാലിറ്റി ഉണ്ട്. കാടക്കോഴിക്ക് പൊതുവെ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് കോഴിക്ക് വരുന്ന പോലുള്ള അസുഖങ്ങളാണോ വരുന്നത്? കാടക്ക് നമുക്ക് ചിലതൊന്നും മനസ്സിലാക്കാൻ പോലും പറ്റില്ല. മെയിനായിട്ട് വരുന്നത് മുട്ട ബ്ലോക്കായിട്ട് ചത്തുപോകുന്ന, അതായത് ലൈറ്റ് ക്രമീകരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 8 മണി വരെയാണ് ഞാനിവിടെ ലൈറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ചൂട് മെയിൻ കാടക്ക് വലിയൊരു വിഷയമാണ്. ചൂട് ഭയങ്കര ചൂട് കാലത്ത് കാട മോർട്ടാലിറ്റി കൂടും. നമ്മൾ ഇട്ടിരിക്കുന്ന കേജ് ഇപ്പോൾ നമ്മൾ M ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് എയർ സർക്കുലേഷനൊക്കെ നന്നായിട്ട് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കൂട് ചെയ്തിട്ടുള്ളത്. സാധാരണ ആദ്യമൊക്കെ നമ്മൾ ചെയ്തിരുന്നത് തട്ടായിട്ട് ചെയ്യുമായിരുന്നു. ഒരു 6 അടി സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് 500 കാട വളർത്തായിരുന്നു, 100 വെച്ചിട്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി മോർട്ടാലിറ്റി വരും. ഇത് വളരെ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിനപേക്ഷിച്ചിട്ട് ഇതിൽ മോർട്ടാലിറ്റി കുറയും. പക്ഷെ സ്പേസ് കൂടുതൽ ഈ ഒരു ഷെഡിൽ ഇതിപ്പോൾ ഒരു ഏകദേശം 650 സ്ക്വയർ ഫീറ്റ് ഉള്ള ഷെഡാണ്. ഇതിൽ ഏകദേശം നമുക്ക് കാട വളർത്തുന്ന 3000 കാടയോളം തട്ടായിട്ട് വളർത്തുകയാണെങ്കിൽ ചെയ്യാം. M ടൈപ്പ് ആണെങ്കിൽ മാക്സിമം നമുക്ക് ഒരു 1000 പീസ് അത്രേ പകുതി അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതിന് പ്രൊഡക്ഷൻ കറക്റ്റ് ആയിരിക്കും, നല്ല രീതിയിൽ മുട്ട ശതമാനം കിട്ടും. പിന്നെ എല്ലാം മോർട്ടാലിറ്റി അത് എന്തായാലും ഉണ്ട്. നമ്മൾ ലിവർ ടോണിക് സപ്ലിമെന്റ് കൊടുത്തോണ്ടേ ഇരിക്കുക. ടെഫ്രോളി എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പിന്നെ നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മളൊരു കോഴി വളർത്തുകയാണെങ്കിൽ നമുക്കൊരു 4.5 മാസം എടുക്കും. ഒരു കോഴി 4.5 മാസം കഴിയണം ഒരു മുട്ട വരാൻ. നമ്മൾ ഒരു കാട 4 ആഴ്ച പ്രായമുള്ള ഒരു കാട നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ ഫസ്റ്റ് മുട്ട സ്റ്റാർട്ട് ആവും. നമുക്കൊരു ഫസ്റ്റത്തെ മാസം തന്നെ നമുക്ക് ഇതിന് വരുമാനം വന്നു തുടങ്ങും. കോഴി എത്ര നാൾ കാടയാണെങ്കിൽ എത്ര നാൾ വരെ? അതായത് നമുക്കൊരു വർഷം വരെ ഒരു ബാച്ചിന് നിർത്താം. 10-11 മാസം വരെ നല്ല പെർസെൻറ്റേജിൽ മുട്ട ഉണ്ടാവും. പിന്നെ അത് ലാഭകരമല്ല
കുഴപ്പമില്ലാത്ത രീതിയിലായിരിക്കും അതിന്റെ മുട്ടയുടെ ശതമാനം തീറ്റ ചെലവനുസരിച്ച് നോക്കുമ്പോൾ തീറ്റ ചെലവിന് അനുസരിച്ചിട്ട് കുറഞ്ഞു വരും. പുതിയ ബാച്ച് ഇറക്കി. ഇപ്പൊ നമ്മൾ ഈ ഒരു 1000 കാടയിൽ നമുക്ക് നമുക്ക് ഇതിൽ നിന്ന് ഒരു 850 to 900 മുട്ട വരെ നമുക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട്. അത് ഈ ഒരു നമ്മുടെ വളർത്തൽ ഒരു മെത്തേഡ് ഇതായതുകൊണ്ട്. അതെ അതെ അതെ. ഇതിൽ ഒരു കാടയ്ക്ക് 25 to 30 ഗ്രാം തീറ്റ എന്നുള്ള രീതിയിലും നമ്മളൊരു 8-9 മണി വരെ ലൈറ്റും കൊടുക്കണം നമ്മൾ. അതിന് ലൈറ്റിന്റെ നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് ഇപ്പൊ ഇതൊരു ചൂടുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ പകൽ സമയത്ത് തീറ്റ കുറച്ചിട്ട് രാത്രി തീറ്റ കൊടുത്തിട്ട് രാത്രി ഫുൾ ടൈം ലൈറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ക്രമീകരിക്കുക. ചൂട് സമയമാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ്. ഇതിപ്പോ കാട വളർത്തേണ്ട കാര്യങ്ങളായിരുന്നാലും നമ്മൾ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം. അത് വിളിക്കാം. ഇതാണ് നമ്മുടെ ലിറ്റർ സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലിറ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഇത് മെയിനായിട്ട് ഇതിലുള്ളത് ഗ്രാമശ്രീ കോഴികളാണ്. നമ്മൾ സർക്കാർ ഫാമുകളിൽ നിന്ന് എടുക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഗ്രാമശ്രീ ഉണ്ട്, ആസ്ട്രോലോപ്പ് ഉണ്ട്, റോഡ് ഐലൻഡ് ഉണ്ട്, എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട് ഇതിപ്പോൾ ഇവിടെ ബാക്കിയുള്ളത് പൂവൻ കോഴികൾ മാത്രമാണ്. നമ്മൾ പെടക്കോഴികളെ മൊത്തം പഞ്ചായത്തുകളിൽ മുട്ടക്കോഴി പദ്ധതി ഉണ്ടല്ലോ, 5 കോഴി വെച്ചിട്ട് കൊടുക്കുന്നുണ്ടല്ലോ, അത് കൊടുത്തതിൻ്റെ ബാലൻസ് വരുന്നിട്ടുള്ള പൂവൻ കോഴികളാണ്. ഇത് നമ്മളിവിടെ ഇറച്ചിക്കായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇറച്ചിക്കായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ കിലോ 230 രൂപ വെച്ചിട്ട് കിലോന് വെച്ചിട്ട് ഞങ്ങൾ കൊടുക്കുന്നതാണിത്. ഇത് ഏകദേശം ഒരു 3.5 മാസമായി ഇതിന്റെ പ്രായം. 3.5 മാസമായി. 1.5 കിലോന്റെ മേലെ ഉണ്ടാവും. ഇത് മാക്സിമം വളർച്ച എത്ര വരെ വരും? അത് 3-3.5 കിലോ. പക്ഷെ അത്രയും നമുക്ക് നിർത്തുന്നത് ലാഭകരമല്ല. അത് തീറ്റ ചെലവുകൾ കൊണ്ട് നമുക്ക് ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ ഈ റേഞ്ച് അനുസരിച്ചിട്ട് വിറ്റ് പോകും. പക്ഷെ ഇത് ഓവർ ഇതൊരു 3.5-4 കിലോ ഒക്കെ വെയിറ്റ് വന്നു കഴിഞ്ഞാൽ കസ്റ്റമർ ചിലപ്പോൾ ചിലർക്ക് അത്രയും വെയിറ്റ് ഉള്ള കോഴിയൊന്നും വേണ്ടി വരില്ല. എല്ലാവർക്കും ഒരു 2-2.5 കിലോന്റെ ഉള്ളിലുള്ളതാണെങ്കിൽ ഇപ്പൊ ഏകദേശം അതൊരു 1.600, 1.800, ചിലതൊക്കെ 2 കിലോനൊക്കെ ഉണ്ടാവും. ഇതും നമുക്കിപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഓർഡർ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. കാരണം ഇത് എല്ലാവർക്കും സർക്കാർ ഫാമുകളിൽ നിന്ന് കിട്ടുന്നതാണ് ഗ്രാമശ്രീ കോഴികൾ എന്നൊക്കെ പറഞ്ഞാൽ. സർക്കാർ ഫാം ഇപ്പോൾ മണ്ണുത്തി വെറ്റിനറി കോളേജ്, പിന്നെ തിരുവിഴാങ്കുന്ന് വെറ്റിനറി കോളേജ്, പിന്നെ എല്ലാ ജില്ലകളിലും അതായത് വെറ്റിനറി ഉണ്ടാവുമല്ലോ, അവിടെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണ്. അതെല്ലാം ഞങ്ങൾ എഗർ നഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ എന്തായാലും കുഞ്ഞുങ്ങൾ സർക്കാർ ഫാമിൽ നിന്ന് എടുക്കണം, പഞ്ചായത്തുകളിൽ സപ്ലൈ ചെയ്യണം. അതിലിപ്പോൾ നമ്മൾ ഒരു ബാച്ച് 3000 എണ്ണം കോഴി കിട്ടിയാലും അതിലൊരു 300-400 പൂവൻ വരും. ഞങ്ങൾ ഫീമെയിലിന്റെ റേറ്റ് എടുത്തിട്ടാണ് അവരെടുക്കുന്നെങ്കിലും അതിൽ അവർ സെക്സിങ് എറർ എന്ന് പറഞ്ഞിട്ട് അതിൽ 300-400 മെയിൽ വരും. അതിൽ ചിലതൊക്കെ നമ്മൾ പഞ്ചായത്തിൽ 4-1 അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കാറുണ്ട്. ബാലൻസ് ഉള്ളത് നമ്മൾ ഇവിടെ ഇട്ടിട്ട് ഇറച്ചിക്കായിട്ട് കൊടുക്കും. ഈ ഒരു ഷെഡ് നമ്മൾ ഉപയോഗിക്കുന്നതിൽ ടർക്കി ഉണ്ട്, ഗിനിയുണ്ട്, പിന്നെ കരിങ്കോഴിയുണ്ട്. കുറച്ച് ഇത് നമ്മുടെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഷെഡാണ്. ഇതിലത്തെ കുഞ്ഞുങ്ങളെ നമ്മൾ വിരിയിച്ചിട്ട് അത് കുഞ്ഞുങ്ങളെ വിൽപ്പനയും ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നവർക്ക് റീറ്റെയിൽ ആയിട്ട്. അതായത് ഒത്തിരി കൊടുക്കാനൊന്നുമില്ല, എന്നാലും ആഴ്ചക്ക് ഒരു 25-30 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ടർക്കി, ഗിനി ഒക്കെ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള. ഈ ടർക്കിയുടെ മുട്ടയ്ക്ക് പ്രൈസ് എങ്ങനെ വരുന്നുണ്ട്? ഇതാണ് ടർക്കിയുടെ മുട്ട വരുന്നത്. നമ്മളിവിടെ കൊടുക്കുന്നത് ഒരു മുട്ടയ്ക്ക് 15 രൂപക്ക് വെച്ചിട്ടാണ് 15 രൂപ കൊടുക്കാറ്. പക്ഷെ ഞങ്ങളിപ്പോൾ കഴിയുന്നതും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് വിരിയിച്ചതിന് ശേഷം ഒരു കുഞ്ഞിന് 120 രൂപ വിലയുണ്ട്. ഡേ ഓൾഡിന് 120 രൂപ വില. നമ്മൾ വിരിയിച്ച് ഒരു മാസം വളർത്തിയിട്ട് ഒരു 500 രൂപക്ക് കൊടുക്കുക ചെയ്യുന്നത്. 500 രൂപ കൊടുക്കുക. അതായത് ഇതിന്റെ ബ്രൂഡിംഗ് ടൈം എത്രയാണ് വരുന്നത്? 26-27 ദിവസം എടുക്കും മുട്ട വിരിയാനായിട്ട്. അതെ, ടർക്കി ഓർ ഗിനി. ബ്രൂഡറിൽ എത്ര നാൾ നിർത്തണം? ബ്രൂഡറിലില്ല, ഞങ്ങൾ 14 ദിവസം ചൂട് കൊടുത്തിട്ട് നോർമലായിട്ട് മറ്റുള്ള കോഴികളെ ബ്രൂഡ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് വളർത്തുന്നത്. നമ്മൾ ഗൂസ് വളർത്തുന്നത് അത് നമ്മുടെ ഒരു പാഷൻ അനുസരിച്ചിട്ട് ചെയ്യാണ്. നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. പക്ഷെ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ ഈ ഒരു വരുന്ന ആഴ്ചകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ അവൈലബിൾ ആണ്. കാരണം 2 ഫീമെയിലും 1 മെയിലും ആണ് അതിലുള്ളത്. അതിലിപ്പോൾ 2 ഫീമെയിലും മുട്ടയുണ്ട്. ഒരു ഗൂസ് മാക്സിമം നമുക്കിപ്പോൾ വലിയ ഫീമെയിൽ നമുക്ക് ഒരു 11 മുട്ട വരെ തരുന്നുണ്ട്. അതായത് 2 ദിവസം കൂടുമ്പോൾ 1 മുട്ട എന്തായാലും കിട്ടും. ഇപ്പോൾ പുതിയ ഫീമെയിൽ മുട്ട ഇടാൻ തുടങ്ങിയ സ്ഥിതിക്ക് നമുക്കൊരു മാസത്തിൽ നമുക്ക് ഏകദേശം ഒരു 15-20 കുഞ്ഞുങ്ങളോളം അത് ഇവിടെ റീറ്റെയിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ല. അത് ആരെങ്കിലും വന്ന് ചോദിച്ച് നമ്മൾ ട്രെയിനിലോ അങ്ങനെ ഈ പെറ്റ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന അതിന്റെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് എത്ര പ്രൈസ് വരും? ഏതില്? അതിന് ഒരു കുഞ്ഞ് നമ്മൾ വിരിഞ്ഞ ഒരു കുഞ്ഞിന് 800 രൂപ വിലയുണ്ട്. അത് ഒരു മാസമെങ്കിലും വളർത്തിയിട്ട് കൊടുക്കാമെന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് ചിലപ്പോൾ മോർട്ടാലിറ്റി ഒക്കെ വന്ന് പോയേക്കാം. രോഗപ്രതിരോധ ശേഷിയുള്ള ഇതാണ് ഗൂസൊക്കെ. അങ്ങനെ മോർട്ടാലിറ്റി ഒന്നും വരാറില്ല. പക്ഷെ എന്നാലും നമ്മൾ ഒരു മാസം വളർത്തിയിട്ടാണെങ്കിൽ അത് സേഫ് ആയിരിക്കും, കിട്ടുന്നവർക്ക് സേഫ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ലേ 2 ഫീമെയിൽ ഉണ്ടെന്ന്. അതിൽ ആ 2ാമത്തെ ഫീമെയിൽ ഇപ്പോൾ മുട്ട സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അതിന്റെ മുട്ടയുടെ സൈസാണ് ഇത്. ഞാൻ വലിയ ഗൂസ് ഇടുന്ന മുട്ടയുടെ സൈസ് ഞാൻ കാണിക്കാം.
ഇതിലും വലുതാവും അല്ലേ? ഇതിലും വലുതാവും. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഇൻക്യുബേറ്ററിൽ വെച്ചിട്ടുണ്ട്, വിരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവരെ മാത്രമേ നമ്മളിവിടെ അടിച്ചു വിട്ട് വളർത്തുന്നുള്ളൂ. കാരണം ഇതിന്റെ കുഞ്ഞുങ്ങളെ കിട്ടുന്നവർക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ അസീലാണ്, ക്രോസ് അല്ല. ഇത് ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ള കോഴിയാണ്. ഇത് നമ്മുടെ സർക്കാർ ഫാമിൽ നിന്ന് തിരുവിഴാങ്കുന്നിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. നമ്മളിവിടെ വളർത്തി വലുതാക്കി ഏകദേശം ഒരു 6 വർഷത്തെ പ്രായമുണ്ട് ഇതിന്റെ മുട്ട ഞങ്ങൾ ഇവിടെ വിരിയിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ട്, കാണാം, കൊടുക്കുന്നുണ്ട്. ഇത് പെടയാണല്ലേ? ഇത് പൂവൻ. ഇത് എത്ര കിലോ വരെ വെയിറ്റ് വയ്ക്കും? ഇത് ഇപ്പൊ ഏകദേശം ഒരു 4-5 കിലോ വരെ വെയിറ്റ് ഉണ്ട്. ഇത് നമ്മുടെ ഫാമിലുള്ള ഒരു എക്സോട്ടിക് ബേർഡ് ആയിട്ടുള്ള ഒണഗഡോരി എന്ന് പറയുന്ന ബ്രീഡാണ്. ഇത് മെയിൻലി വൈൽഡ് ബേർഡ് കാറ്റഗറി പെടുന്നതാണെങ്കിലും ഫാൻസി ബേർഡ്സ് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നീണ്ട വാല് തന്നെയാണ്. ഇത് ഒരു ജാപ്പനീസ് ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ബേർഡാണ്. ഇതിന്റെ വാല് ഇതിലും നീളത്തിൽ വരും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ കട്ടാവുന്നതല്ലാതെ ഇത് കുറച്ച് നല്ല ഭംഗിയുള്ള ബേർഡ്സിന്റെ കൂട്ടത്തിൽ പെട്ടതാണ്. അതിന്റെ ഫീമെയിലാണിത്. ഇവർക്ക് ഏകദേശം ഓൾമോസ്റ്റ് ഒരു 6 years 6 വർഷം പ്രായമുണ്ട് ഈ കോഴിക്ക് നേരത്തെ കാണിച്ച ബ്രഹ്മ ഇതിനൊക്കെ ഒരു 6 വർഷം വയസ്സുണ്ട്. മാക്സിമം എത്ര വർഷം വരെ നിൽക്കാം? ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ വയസ്സ് അല്ലേ? ഇതിന്റെ നമ്മൾ മുട്ട വിരിച്ച് എടുക്കുന്നുണ്ടോ ഇവിടെ നിങ്ങൾക്കായിട്ട്? ഇത് കുറച്ചിനം ഫാൻസി ബേർഡ്സുകളാണ്. സിൽക്കി പോളിഷ് ക്യാപ്പ് എന്നൊക്കെ പറയുന്ന പോലത്തെ. പോളിഷ് ക്യാപ്പിന്റെ മെയിലിനും ഫീമെയിലിനും ആ തലയിൽ തൊപ്പിയുണ്ടോ? രണ്ടിലും ഉണ്ടാവും. ഫീമെയിലിന് കുറച്ചും കൂടെ ചെറുതായിരിക്കും, മെയില് കുറച്ചും കൂടെ വലുതായിരിക്കും. അതാണ് വ്യത്യാസം. ഇതിനകത്ത് ഒണഗഡോരി ഉണ്ട്, ഓൾഡ് ഇംഗ്ലീഷ് ഉണ്ട്, അങ്ങനത്തെ പല ടൈപ്പ് ഫാൻസി ബ്രീഡ്സ് ഒരുമിച്ച് നമ്മൾ ജസ്റ്റ് സെയിലിനായിട്ടും വളർത്തുന്നതാണിത്. സെയിൽ ചെയ്യാനുള്ള ലാവൻഡർ ആണ് അത്. ഇപ്പൊ വന്നിട്ട് പോയതല്ലേ? ഈ ഗ്രേ കളർ ആയിട്ടുള്ളത്. പിന്നെ ആ ഒണഗഡോരിയാണ് ഈ കാണുന്നതൊക്കെ. നമ്മൾ നേരത്തെ കണ്ട വലിയ വാലുള്ള. അതെ, ആ ചെറിയ ഇതുള്ളത് ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. നമ്മൾ കൂടും കോഴിയും ചെയ്ത് കൊടുക്കുന്നതിൽ കേജ് ചെയ്യുന്നതിൽ ഏറ്റവും ചെറിയ യൂണിറ്റാണിത്. ഇത് വരുന്നത് നമുക്കൊരു 12 കോഴി വരെ വളർത്താൻ പറ്റും. 12 BV380 മുട്ടക്കോഴികളാണ് ഉദ്ദേശിക്കുന്നത്. നാടൻ ഗ്രാമശ്രീയോ അല്ലെങ്കിൽ റെയിൻബോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഹൈബ്രിഡ് ആയിട്ടുള്ള ഏത് കോഴിയായിരുന്നാലും BV380, ഇൻഡുബ്രോ, ഹൈലൈൻ, ഈ 3 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 10 കോഴി ഇട്ടിട്ട് നമ്മൾ കുടുംബശ്രീൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. അത് 13,250 രൂപക്കാണ് നമ്മളത് ചെയ്ത് കൊടുക്കുക. അതിൽ കോഴി കൂട്, ഒരു 20 കിലോ ഫീഡ്, ഒരു ടെട്രാസൈക്കിൾ എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക്കും, ഒരു ഗ്രോവിപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബി കോംപ്ലക്സ് ഉണ്ടാവും. ഇത് ഒരുമിച്ചുള്ള ഒരു പാക്കേജ് ആയിട്ടാണ്. ഇതിപ്പോൾ 4 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. ഇത് 1 മാസത്തിനകം മുട്ടയിടുന്ന കോഴികളാണ്. പിന്നെ ചെറിയ കോഴികളായിട്ടും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് വലിയ കോഴികളെ കൊടുക്കുന്നതിനോടാണ്. കാരണം ഇത് കിട്ടിക്കഴിഞ്ഞ് ഒരു 2-3 ആഴ്ചക്കുള്ളിൽ മുട്ടയിടുന്ന രീതിയിൽ. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയാൽ കാണാം, ടാറ്റയുടെ മെഷാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിലെല്ലാം ടാറ്റയുടെ 275 GSM ഉള്ള 20 വർഷം വാറൻറ്റി ഉള്ള എല്ലായിടത്തും ടാറ്റ കാണും. എല്ലാവരും പറയുന്നുണ്ട് 275 GSM തന്നെയാണ് ഞങ്ങൾ മറ്റുള്ളവർ അതെല്ലാം യൂസ് ചെയ്യുന്നതൊക്കെ. എല്ലാവരും 90% ആൾക്കാർ യൂസ് ചെയ്യുന്നതും, കാരണം നമ്മളൊന്നും ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതല്ല. ഇതെല്ലാം നമ്മൾ നാമക്കൽ, അതല്ലെങ്കിൽ ഹൈദരാബാദ്, ബോംബെ, ഇവിടെ നിന്നൊക്കെ എടുക്കുന്ന മെഷുകളാണ്. ഒരു ഓൾമോസ്റ്റ് 90% ആൾക്കാരും ഉപയോഗിക്കുന്ന 275 GSM മെഷ് തന്നെയാണ്. അതിന് 20 വർഷത്തെ വാറൻറ്റിയാണ് ടാറ്റ കൊടുക്കുന്നത്. നമ്മുടെതല്ല, മെഷിന് തുരുമ്പിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന സാധാ GI പൈപ്പാണ്. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള GI പൈപ്പാണ്. 5.5 കിലോൻ്റെ 1:1 GI പൈപ്പാണ് നമ്മൾ. ഇതിൽ നമ്മൾ പ്രൈമർ അടിച്ചിട്ടാണ് കൊടുക്കുന്നത്. നമ്മൾ 5-6 വർഷം കഴിയുമ്പോൾ അങ്ങനെ തുരുമ്പിക്കുന്ന പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പെയിൻറ്റ് അടിച്ചിട്ട് അതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. മെഷിന് 20 വർഷത്തേക്ക് ഇതിന് നമ്മൾ ചെയ്യുന്നത്, ഇത് നമ്മൾ ഒരു പ്രൊട്ടക്ഷനാണിത്. കാരണം നമ്മൾ നേരത്തെ നമ്മുടെ ഫാമിൽ കാണിച്ചത് ഞങ്ങൾ ഒരു ഫാം നടത്തുന്ന ആൾക്കാർ ചെയ്യുന്ന കേജ് ആ സിസ്റ്റത്തിലായിരിക്കും. അതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം അതൊരു ഷെഡിനകത്താണ്, ഓൾറെഡി പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് ഇതുപോലത്തെ തുറന്ന സ്ഥലത്ത് കൊണ്ടുവെക്കുന്നതാണ്. ഇതിന്ന് പട്ടി പിടിക്കാം, കീരിയുടെ ശല്യം ഉണ്ടാവാം, പാമ്പിൻ്റെ ശല്യം ഉണ്ടാവും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു പ്രൊട്ടക്ഷൻ എഗ്ഗും കോഴിയുടെ തലയൊക്കെ കടിച്ച് കൊണ്ടുപോകാതിരിക്കാൻ കൊടുക്കുന്നത്. അതുപോലെ ഇത്രയും ഹൈറ്റ് കൊടുത്താലും അതിന്റെ ശല്യം ഉണ്ടാവും. കാരണം ഈ മരപ്പെട്ടി, കീരി എന്നൊക്കെ പറയുന്നത് മരത്തിലൊക്കെ പിടിച്ച് കയറുന്ന ജീവികളിൽ അവരെവിടെ വന്നാലും പിന്നെ താഴെ കൊടുക്കുന്നത് പട്ടി പിടിക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷനാണ്. ഇതിൽ ചിലർക്ക് എന്ത് ചെയ്യാം, ഈ 2 സൈഡ് ഓപ്പൺ ആക്കിയതിന് ശേഷം വല്ല ഷീറ്റോ എന്തെങ്കിലും താഴോട്ട് കൊടുത്തിട്ട് വേസ്റ്റ് കളക്ട് ചെയ്യുന്ന രീതിയിലാക്കാം. മനസ്സിലായില്ലേ? പക്ഷെ അത് വെളിയിൽ വെക്കുന്നവരോട് ഒരിക്കലും ഞങ്ങൾ പറയാത്ത എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ഗ്യാപ്പ് കിട്ടി അതിലൂടെയും പല ജീവികളും വരാം. മനസ്സിലായി? നമുക്ക് ഏറ്റവും ആവശ്യം കോഴികളെ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ്.
പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ യൂണിറ്റ്. ഇതിൽ 10 കോഴി ഇട്ടിട്ടാണ് ഞങ്ങൾ കുടുംബശ്രീ പ്രൊജക്റ്റിൽ കൊടുക്കുന്നത്. അതിൽ നമുക്ക് 12-14 കോഴി വരെ വളർത്താൻ പറ്റും. അതിൻ്റെ 3 അടിയാണ് ആ കൂടിൻ്റെ നമ്മുടെ നീളം വീതിയൊക്കെ വരുന്നത്. ഇത് 5 അടി നീളം വരുന്നതാണ്. ഇതിന് നമുക്ക് 20 തൊട്ടിട്ട് 24 കോഴി വരെ നമുക്കിതിൽ വളർത്താം. പിന്നെ വിത്ത് റൂഫോട് കൂടിയിട്ട് നമുക്ക് 12,500 ഇതിന്റെ വില വരുന്നത്. 12,500 വരുന്നത്. അതിൽ കേജ് മാത്രമായിട്ടാണ് വരുന്നത്. കേജ് മാത്രമേ. നമ്മൾ കോഴിയും കൂടും എല്ലാം കൂടി നമുക്ക് 21,000 രൂപക്ക് തീറ്റ, മെഡിസിൻ എല്ലാം കൂടിയായിട്ട് വരുന്നുണ്ട്. അതെ, ഇത് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കേജ് ഒരു കൂട് വാങ്ങിക്കാൻ വരുന്ന അവരുടെ റേറ്റാണ് ഇപ്പോൾ ഈ പറയുന്നത്. ഞങ്ങളടുത്ത് ഓർഡർ വരുന്നത് മിനിമം 100 പീസ്, 50 പീസ് അല്ലെങ്കിൽ ഒരു 10 പീസ് എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേറെ റേറ്റ് ആയിരിക്കും. അതെല്ലാത്തിലും അങ്ങനെ ആയിരിക്കും. ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നമ്മൾ റീറ്റെയിൽ ആയിട്ട് ഒരു പീസ് ഇവിടെ വന്നിട്ട് ഒരു കൂടും കോഴിയും വാങ്ങിക്കുന്ന ആൾക്കാരുടെ റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്നത് ഇതുപോലെ തന്നെ. അതിൽ നമുക്ക് വരുന്നത് 3 അടി കൂടുതൽ 2 കള്ളിയായിരിക്കും വരുന്നത്, ഫ്രണ്ടും ബാക്കും. ഇവിടെ വരുന്നത് 6 ബോക്സ് വരും. ഇതിൽ ഇങ്ങനെ 1, 2, 3 ഈ സൈഡിൽ, അപ്പുറത്തെ സൈഡിലും 3, അങ്ങനെ മൊത്തം 6 ബോക്സ് വരും. ഒരു ബോക്സിനകത്ത് നമുക്ക് 4 കോഴികൾ വരെ ഇടാം. ഓക്കെ, ഈ നമ്മുടെ ഈ പിറകെ കാണാം, ഇത് കണ്ടോളൂന്നോ. ഇതൊക്കെ നമ്മുടെ നാമക്കലിന് വരുത്തുന്ന മെഷ് തന്നെയാണ്. ഇതെല്ലാം ടാറ്റയുടെ മെഷാണ് ഇത് വരുന്നത്. ഈ മെഷുകളെല്ലാം ടാറ്റയുടെ മെഷ് തന്നെയാണ്. ഇതെല്ലാം 275 GSM ഉള്ള ടാറ്റയുടെ മെഷാണ്. 20 വർഷത്തോട് വാറൻറ്റിയോട് കൂടി വരുന്ന മെഷാണ്. ഇനി നമുക്ക് മേൽക്കൂര ഇല്ലാണ്ട് കൊടുക്കുന്ന കൂടുകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് 6 അടിയുടെ കൂടാണ്. ഇതിൽ 30 കോഴി വളർത്താം. 30 കോഴി വളർത്താം. ഇതിൽ ഈ നമ്മൾ കാണിക്കുന്ന കൂടുകളായിരുന്നാലും നമ്മൾ കേരളത്തിൽ എവിടേക്ക് വേണോ എവിടെ വേണമെങ്കിലും ഞങ്ങൾ സപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു ട്രിവാൻഡ്രത്തേക്ക് ഇപ്പോൾ ഇവിടുന്ന് ഒരു കൂട് ഓർഡർ കിട്ടിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ അവരോട് ഒരു 3 ആഴ്ചത്തെ സമയം പറയും. അത് പറയുന്ന ഒരുമിച്ച് ആ ഓർഡറിനെ ക്രോഡീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടെയാണെങ്കിലും നമ്മൾ 100 തൊട്ടിട്ട് 1000, 10,000 ആയാലും ശരി, നമ്മൾ കൂട്, ഫാം, കേജ് എല്ലാം ചെയ്തു കൊടുക്കും. അവർ പറയുന്ന രീതിയിൽ. അതായത് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ഒരു പുതിയ രീതിയാണ് കമ്പോസ്റ്റ് സിസ്റ്റം. അടിയിൽ താഴെ കുഴിയെടുത്തിട്ട് വെച്ചിട്ട് ചെയ്യുന്ന രീതിയാണ് കമ്പോസ്റ്റ് സിസ്റ്റം. ആ രീതി നമ്മൾ ചെയ്തു കൊടുക്കും. അതായത് ഒരു കസ്റ്റമർ എടുത്ത് അവരുടെ ഫണ്ട് അനുസരിച്ചിട്ടാണ്, അവർക്ക് ഇത്ര രൂപ എനിക്ക് ഒരു ഫാമിലേക്ക് ഇറക്കിയാൽ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നവർക്ക് അത് ചെയ്തു കൊടുക്കും. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അത് അഫോർഡബിൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും എക്സ്പെൻസീവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നമ്മൾ മേൽക്കൂര ഇല്ലാണ്ട് വരുന്ന കൂടാണ്. അത് റൂഫും ഇതും തമ്മിലുള്ള ഒരു 2,000 രൂപേൻ്റെ വ്യത്യാസം ഇതിലുണ്ടാവും, വില കമ്മി ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതിലും ഈ പറഞ്ഞതുപോലെ നമ്മൾ മറ്റേ കോഴി വളർത്താൻ നമ്മൾ ഒരു ഷെഡില്ലാതെ വെളിയിൽ കൊണ്ടുവെക്കുന്നവർക്ക് എല്ലാവിധ പ്രൊട്ടക്ഷനോട് കൂടിയിട്ടുള്ള കൂടായിരിക്കും കൊടുക്കുക. അതിൽ കാണിച്ച എല്ലാ പ്രൊട്ടക്ഷനും ഇതിലുണ്ട്. എല്ലാ പ്രൊട്ടക്ഷനും ഉണ്ടാവും. ഇതാണ് നമ്മുടെ അടുത്തുള്ള ഇൻക്യുബേറ്റർ. നമ്മൾ ഇവിടുത്തെ കോഴികളുണ്ടല്ലോ, ടർക്കി, ഗിനി, അസീൽ, ഇവരുടെ മുട്ട വിരിയിക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് റീറ്റെയിലായിട്ട് നമ്മൾ വളർത്തുന്ന ഗിനി, ടർക്കി ഇതിൻ്റെയൊക്കെ പാരൻറ്റ് സ്റ്റോക്ക് കണ്ടിട്ട് കുഞ്ഞുങ്ങളെ ചോദിക്കാറുണ്ട്. അതിനു വേണ്ടി വെച്ചിട്ടുള്ള ഇൻക്യുബേറ്ററാണിത്. അതല്ലാതെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ റെയിൻബോ റോസ്റ്റ് ചെയ്യാറുണ്ട്, സൊനാലി ചെയ്യാറുണ്ട്. ഇതൊക്കെ ഞങ്ങൾ 5,000 പീസ് ടു 10,000 പീസ് വരെ ആഴ്ചക്ക് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങൾ ട്രെയിൻ ത്രൂ ആണ്. ഹൈദരാബാദിൽ നിന്ന് എടുത്തിട്ട് ട്രെയിൻ ത്രൂ ധർമ്മപുരിയിൽ പാരൻറ്റ് സ്റ്റോക്ക് കമ്പനികളിൽ പോയിട്ട് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. വിഗോവ കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട്. അതെല്ലാം ട്രെയിൻ ത്രൂ ആണ് ചെയ്യുന്നത്. ഇതാണ് ഗൂസിൻ്റെ മുട്ട. ഇതും നമ്മുടെ സാധാ ഒരു മുട്ടയും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കിയാൽ മതി, ഇതിൻ്റെ വലിപ്പം. ഇതിൽ കമ്പാരിറ്റീവ്ലി ടർക്കിയാണ് നമുക്ക് വലിയ മുട്ട വരുന്നത്. അതാണെങ്കിലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് എത്രയും ഡിഫറൻസ് വരും. മനസ്സിലായി? ഇരട്ടി കൂടുതൽ. ഇത് ഏറ്റവും ചെറിയ മുട്ട വരുന്നത് ഗിനി കോഴികളുടെ മുട്ട. കണ്ടില്ലേ? ഇത്രേ വരുന്നുള്ളൂ ഗിനിയുടെ മുട്ട. മുട്ട സ്റ്റോർ ചെയ്യുന്ന റൂമാണ് ഇതിലിപ്പോൾ നമ്മൾ നിലവിൽ സ്റ്റോക്കുള്ളത് കാട മാത്രമേ ഉള്ളൂ. ഒരു 2 ദിവസത്തെ കാടമുട്ടയാണ് ഇതിൽ നമ്മളിങ്ങനെയാണ് പാക്ക് ചെയ്തിട്ട് വെക്കാറ്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ പാക്കറ്റ് എടുത്തിട്ട് ഇതിൽ 12 പീസായിട്ട് പാക്ക് ചെയ്ത് നമ്മൾ തന്നെ സ്വന്തം ഫാമുണ്ട്, നമ്മുടെ തന്നെ സ്വന്തം ബ്രാൻഡിൽ ഇതിൽ അൻസീസ് ഫാം റിയൽ പോഷ കേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്വന്തം ഇതിലാണ് നമ്മൾ ചെയ്യുക. ഇതിൽ 12 മുട്ട വരും. നമ്മൾ FSSC ലൈസൻസ് എടുത്തിട്ടുണ്ട്. 20 ദിവസത്തെ എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ കോഴിമുട്ടയാണെങ്കിലും ഇതേപോലെ തന്നെ 6 എണ്ണത്തിൻ്റെ പാക്കറ്റ് ഉണ്ട്. MRP 70 രൂപയായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഹോൾസെയിൽ സൂപ്പർ മാർക്കറ്റുകളിൽ സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കാണ് കൂടുതൽ പോകുന്നത്. സൂപ്പർ മാർക്കറ്റിൽ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് എൻ്റെ ഹൈപ്പർ മാർക്കറ്റ്, പിന്നെ മുട്ട ഇവിടെ വന്നിട്ട് ഹോൾസെയിലായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ ഇതേപോലത്തെ ട്രേ എടുത്തിട്ട് 3000 മുട്ട
1000 മേലേക്കുള്ള മുട്ട കൊടുക്കുന്നത് ഇതേപോലത്തെ ട്രെയിലാണ്. അവർ വന്നിട്ട് 3000 മുട്ട 5000 മുട്ട വെച്ചിട്ട് നമ്മുടെ ഫാമുണ്ട് മുതലമുടയിലുള്ള, അവിടെ നിന്നാണ് നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത്. ഇപ്പോൾ ഈ കോഴി വളർത്തലിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ലോൺ, സബ്സിഡി ഇതിനെക്കുറിച്ചൊക്കെ ഒത്തിരി ഡൗട്ട് ഉണ്ടാകും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് ഇത്തരം കാര്യങ്ങൾക്ക് ഒത്തിരി സബ്സിഡി ആയിരുന്നാലും ലോൺ ആയിരുന്നാലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്ന് പറയാമോ? അതായത് നമുക്ക് ഈ കോഴി വളർത്തൽ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എഗ് നഴ്സറികളായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതാണ് നമുക്കുള്ള ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഈ കുടുംബശ്രീയെ വെച്ച് നോക്കുകയാണെങ്കിൽ കുടുംബശ്രീ സംരംഭം ആയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബശ്രീയിൽ നിന്ന് നമുക്ക് കുടുംബശ്രീയുടെ ലോൺസ് കിട്ടാറുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടെ വാസ്റ്റായിട്ട് കുടുംബശ്രീ നമുക്ക് ഒരു മിനിമം ഇതിലേ നമുക്ക് കിട്ടത്തുള്ളൂ. നേരെ മറിച്ച് നമുക്ക് കുറച്ച് വലുതായി ചെയ്യണം, നമുക്ക് ഒരു 500 കോഴി 1000 കോഴി അല്ലെങ്കിൽ ഒരു 10000 കോഴി വരെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് PMEGP എന്ന് പറയുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ഉണ്ട്, അതിൽ ചെയ്യാം. പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് അതുപോലത്തെ PMFME അങ്ങനത്തെ കുറേ എണ്ണം ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് സ്കീംസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മുദ്ര ലോൺസ് പോലത്തെ ലോൺസ്, ഇതിലൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുദ്ര ലോൺ ഒക്കെ കൊളാട്രൽ ഫ്രീ ലോൺസ് ആണ് ഇതെല്ലാം. നമുക്ക് ആർക്കും ഒന്നും ഈടൊന്നും വെക്കാതെ തന്നെ നമുക്കൊരു DPRന്റെ ബേസിസിൽ തന്നെ നമുക്ക് ഇതെല്ലാം കിട്ടും. ഇതിൽ PMEGP അങ്ങനത്തെ ലോണുകളിൽ വരുമ്പോൾ നമുക്കൊരു 35% സ്ത്രീകൾക്ക് സബ്സിഡി ഉണ്ട്. 5% സ്ത്രീകൾക്ക് സബ്സിഡി കിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ 25%. ഇങ്ങനെയാണ് അതിൻ്റെ സബ്സിഡി റേറ്റ്. പക്ഷെ ഒരിക്കലും നമ്മൾ ഈ സബ്സിഡി മുന്നിൽ കണ്ടുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സിഡി കിട്ടിയാൽ നല്ലത്, എന്നാലും ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇന്ന് നാളെ കിട്ടണമെന്നൊന്നുമില്ല, അതൊരു ഇച്ചിരി ടൈം എടുത്താലും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെ. 5 വർഷമാണ് അതിന് ടൈം പറയുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ഇവാലുവേഷന് വേണ്ടി ആൾക്കാർ വരും. വന്ന് നമ്മൾ ആ സംരംഭം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട് എന്ന് കാണുമ്പോഴാണ് നമുക്ക് സബ്സിഡി അലോട്ട് ആവുന്നത്. അത് ബാക്ക് ആൻഡ് സബ്സിഡിയാണ്, ഒരിക്കലും ആദ്യം തന്നെ സബ്സിഡി കയറത്തില്ല. നമ്മുടെ ഈ സബ്സിഡി കയറി കിടന്ന് നമ്മുടെ ഈ ലോൺ എന്ന് അടച്ചു തീരുന്നോ അത് ഈ എമൗണ്ട് ബാക്കി നിൽക്കെ ആ ലോൺ ക്ലോസ് ചെയ്യാറ്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലോണിൻ്റെ ആയിരുന്നാലും സബ്സിഡികളുടെ ആയിരുന്നാലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മുദ്രാ ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കണം, അതിൻ്റെ കൊട്ടേഷൻ കാര്യങ്ങളെല്ലാം വേണം. നിങ്ങളിപ്പോൾ ഒരു രജിസ്റ്റേർഡ് ആയിട്ട് സർക്കാർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഇതായ ഫാം ആയതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. നമ്മൾ തന്നെ ചെയ്യും. GST ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ DPR ചെയ്യാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ, അതായത് റിപ്പോർട്ട് ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ.